സാറേ ഓ ഓർമ്മയുണ്ടേ ഞാൻ നേരം വിളിക്കണ്ടേ ഞാൻ 8:30 വരും 8 ഓ ഞാൻ ഇതാ വരുന്നു ഞാൻ ഇറങ്ങാം ഞാൻ വരാം ഓ ഓക്കെ തങ്കം ഇത് തങ്കം ഇതെന്താണ് മണി 8 സ്കൂളിലൊന്നും പോകണില്ലേ എഴുന്നേക്ക് സക്കളി എഴുന്നേക്ക് മണി 8 മണി കഴിഞ്ഞ് ഇതെന്താണ് നിന്നെ സ്കൂളിൽ വിടാതെ നീ ഉറങ്ങിക്കിടക്കാൻ ശരിയാവില്ല എഴുന്നേക്ക് ഞാൻ എഴുന്നേറ്റത് എനിക്ക് വയ്യാത്തോണ്ട് കിടന്നതാ ഭയങ്കര തലവേദന ഭയങ്കര തലവേദന ചൂടൊന്നുമില്ലല്ലോ നമുക്കൊരു വിക്സ് ഉണ്ടായില്ല കണ്ടിരിപ്പുണ്ടായില്ല വിക്സ് ഉണ്ട് ഇവിടെ തോന്നുന്നതാ ഞാൻ എപ്പോഴും പറയണത് ഈ ചൂലെടുത്തിട്ട് തൂക്കുമ്പോൾ എന്തേലും മുഖത്ത് മൂടിക്കെട്ടണമെന്ന് ആ പൊടിയെല്ലാം അടിച്ച് കയറിയിട്ടാണ് ഈ തുമ്മല് രാത്രി കുറേ തുമ്മിയില്ലേ എന്താ വേണ്ടേ ഇതൊരു കോളായിട്ടിരിക്കാമെന്ന് വിചാരിക്കണ്ടേ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് എഴുതി ഇനിയിപ്പോൾ ലീവ് ലെറ്റർ കൊടുക്കണ്ടേ സ്കൂളിൽ അതൊക്കെ ഇന്നലെ ദിവസം ഞാൻ ഉറങ്ങോട്ടെ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുമോ എനിക്ക് വയ്യ രാവിലെ എന്താ ഉണ്ടാക്കാം ഇപ്പോൾ ചായ ഇടാ ഇപ്പോൾ ഞാൻ ഇടണോ ഞാൻ ചായ ഇടാം പിന്നെ കാപ്പിക്ക് എന്ത് ചെയ്യും ഫുഡ് ഞാനാണെങ്കിൽ അൻസാറേ ഒരു വണ്ടി നോക്കാൻ ചെല്ലാന്ന് പറഞ്ഞത് 8:30 ആകുമ്പോൾ ചെല്ലാന്ന് പറയാം മണി 8 കഴിയുകയും ചെയ്തു നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വഴി ആശുപത്രി ഞാൻ പോയിട്ട് ഇപ്പോൾ വരും നോട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോ ഞാനിപ്പോൾ കാപ്പി ഇടാം അപ്പൊ കൊച്ചിന് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ എല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കാം നീ ഇച്ചിരി നേരം കിടന്നോ എന്നിട്ട് ആശുപത്രിയിൽ പോവാ എല്ലായിടത്തും പോവാ അരമണിക്കൂർ ഒന്ന് കുളിച്ച് റെഡി ആവണം അത്രേ ഉള്ളൂ ശരി ഓക്കെ എങ്ങനെയുണ്ടേ പറയാനായിട്ട് മരുന്ന് വല്ലതും കഴിച്ചോ ഞാൻ വാമ കിട്ടല്ലേ ഇങ്ങനെ കുനിഞ്ഞങ്ങോട്ട് ഇരിക്കല്ലേ ഒന്ന് നൂന്നിരിക്ക് തലവേദന സഹിക്കാൻ പറ്റണില്ല ഈ വിഷം തട്ട ഗ്യാസ് കറി ഇട്ടാ നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും ഉണ്ട് അങ്ങോട്ട് കഴിച്ചു നോക്കണം എല്ലാം ഉഷാറാണ് സാധനം ക്ലീറ്റോ പൊറോട്ടയാണോ ക്ലീറ്റോ പനിയുള്ളപ്പോ കഴിക്കണം ഒരു ലക്ഷം ബണ്ണ് മേടിച്ചിട്ട് വന്നില്ലല്ലോ നിങ്ങൾ അതെ പനിയുള്ളവർക്ക് പൊറോട്ട കഴിച്ചോടെന്ന് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ഒരു ആശുപത്രിയിൽ എഴുതി വെച്ചേക്കണത് ഞാൻ കണ്ടിട്ടില്ല തങ്കം ഒരു പൊറോട്ട എടുത്ത് 2 കഷ്ണം ബീഫുമായിട്ട് നീ കഴിച്ചു നോക്ക് കുതിര ഓടും പോലെ ഓടാൻ പറ്റൂടി എനിക്ക് കുതിര ഓടണ പോലെ ഓടണ്ട മനുഷ്യൻ നടക്കുന്ന പോലെ നടന്നാൽ മതി ഭർത്താവേ വയ്യായികയാണെങ്കിൽ നാക്കിന് ഒരു സൂക്കെടുവില്ല എന്നുള്ളതാണ് അതെ ഞാൻ ഇച്ചിരി പാല് ചൂടാക്കി തരാം പാലും പൊറോട്ട ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിച്ചു നോക്കിയേ പാലും പൊറോട്ട ഒരു കോഴി എടുത്ത് വെച്ച് അങ്ങ് തിന്ന് എനിക്ക് വേണ്ട ഞാൻ ഒരു കാര്യം പറയും ഈ ഭക്ഷണം കഴിക്കാതിരുന്ന ഈ അസുഖം കൂടു കേട്ടാ കൂടട്ടെ കൂടി ഞാനങ്ങ് ചത്തുപോയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് സന്തോഷമാണല്ലോ ചത്തുപോയാലും വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമല്ലോ എൻ്റെ ശല്യമില്ലല്ലോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ കല്യാണത്തിന് നീ കൂടെ കൂടണമെന്നും വലിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് കൂടുതൽ വർത്താനം പറയാതെ റെഡിയാവും ആശുപത്രി പോവാം ഞാൻ വന്നില്ല എനിക്ക് പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അതിന് മുമ്പേ നിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം അതിന് പോകാൻ അതാ പറഞ്ഞത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ദിവസങ്ങളൊന്നുമില്ലല്ലോ പാർട്ടിക്കാരുടെ ഒക്കെ കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയാൽ മതി ഞാൻ നീ ആവശ്യമില്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ ഒരു മനുഷ്യൻ താഴ്ന്നതിനൊരു പരിധിയുണ്ട് പിന്നെ ഇപ്പോഴും ക്ലീറ്റോ അത് തന്നെയല്ലേ പറയണേ ക്ലീറ്റോന് പാർട്ടി ഓഫീസിൽ പോകണം അതിന് മുമ്പ് എന്നെ പേരിനൊന്ന് ഡോക്ടറെ കാണിക്കണം അയ്യോ ഇതിപ്പോ ഒരു പനിയല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ഓപ്പറേഷൻ ഒന്നും അല്ലല്ലോ നിന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് തിരിച്ചിവിടെ ആക്കിയിട്ടേ ഞാൻ പോകും പെട്ടെന്ന് റെഡി ആവും അമ്പിലും വില്ലിലും അടുക്കൂലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണത് നിങ്ങൾ പല വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ പറയണ ഇവിടെ കാണും ഒരു സാധനമാണെങ്കിൽ വെച്ചാൽ കാണേയില്ല കൊച്ചേ അപ്പൊ അതൊക്കെ കഴിക്കും നല്ലപോലെ ചവച്ച് കഴിക്കും ഇല്ലെങ്കിലേ അണ്ണാക്കി പോയി കുരുങ്ങിയിരിക്കും കേട്ടാ എന്തോന്നീ കർത്താവേ വെള്ളോ ഇല്ലല്ലോ തക്കളി കളിക്കരുത് കേട്ടോ
കഴിക്കുമ്പോൾ വെള്ളം എടുത്ത് വെച്ചോണ്ടിരുന്ന് കഴിക്കണം നിനക്ക് അറിഞ്ഞോളല്ലേ? മറന്നുപോയി. ഇവിടെ നീ വേലക്കാരനെ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. പേടിച്ചുപോയി. പേടിച്ചു പോയി. അതെ, ഒരു 2 പൊറോട്ട എനിക്ക് വെച്ചേക്കണം. തീർന്നുപോയി. ആ ഇല്ല ഇല്ല ഇല്ല, ചാറ് തീർന്നാലും പീസ് വെച്ചേക്കണം. പീസ് എനിക്ക് വേണ്ട. നല്ല പൊറോട്ട.